ഇ ഡി ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കൈക്കൂലി കേസിൽ മുംബൈയിലെ കമ്പനി കേന്ദ്രീകരിച്ച് വിജിലൻസിന്റെ വിശദമായ അന്വേഷണം വരുന്നു. ബൊഹറ കമ്മോഡിറ്റീസ് ആൻഡ് ടൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പങ്കാളിത്തമാണ് വിജിലൻസ് പരിശോധിക്കുക. കൈക്കൂലി പണം നിക്ഷേപിക്കാൻ പരാതിക്കാരനോട് പ്രതികൾ ആവശ്യപ്പെട്ടത് ഈ സ്ഥാപനത്തിന്റെ മുംബൈയിലെ അക്കൗണ്ടിലാണ്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇത് സംസ്ഥാനാന്തര മോഷണമാണല്ലോ, വിവരങ്ങൾ പറയൂ. SKN സംസ്ഥാനാന്തര മോഷണമാണെന്ന് മാത്രമല്ല, ഇത് ഉദ്യോഗസ്ഥ കൊള്ള കൂടിയാണ്. ആ വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ പരാതിയുമായി എത്തുന്നവരെ അല്ലെ ഇ ഡി അന്വേഷിക്കുന്ന കേസുകളിലെ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി കൊള്ളയടിക്കുന്ന പണം അത് മുംബൈയിലെ ഒരു ബുഹറ കമ്മോഡിറ്റീസ് ആൻഡ് ടൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് നിക്ഷേപിക്കാനാണ് ഈ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കമ്പനിയുടെ, മുംബൈയിലെ കമ്പനിയുടെ വിശദമായ അന്വേഷണത്തിലേക്ക് പോകണം. മുൻപ് ഇത്തരത്തിൽ ആളുകളെ ഭീഷണിപ്പെടുത്തി കൈക്കൂലിയായി പിടിച്ചുപറിച്ച പണം ഈ കമ്പനിയിൽ തന്നെയാണോ ഇ ഡി ഉദ്യോഗസ്ഥർ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതായാലും കൈക്കൂലിക്കാരോട് മുംബൈയിലെ ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം ഇടാനാണ് ഇടനിലക്കാരൻ നിർദ്ദേശിച്ചത്. ഇ ഡി ഉദ്യോഗസ്ഥന് വേണ്ടി ആയിരുന്നു എന്നുള്ളതും മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ സാഹചര്യത്തിലാണ് മുംബൈ കമ്പനിയുടെ പങ്ക് വിശദമായി അന്വേഷിക്കാൻ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കുകയും കൂടിയാണ് SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ.